എന്താ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മളാ മുടി വെട്ടില്ല, അമ്മ വെട്ടുന്ന മുടിയില്ലേ അമ്മ വെട്ടിക്കണേ ഒരു ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയും പറഞ്ഞു കൊണ്ട് ഷേപ്പ് ചെയ്യാറ്. അപ്പോൾ നല്ലൊരു തീരുമാനം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മുടി വെട്ടിക്കണേ. നമ്മൾ ഇവിടെ അല്ല പോകണം. എന്താ ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. ഓക്കെ, ഇവിടെ നമ്മ അറിയണ കുറച്ച് പേരൊക്കെ ഇവിടെ മുടി വെട്ടുന്ന ചേട്ടന്മാരൊക്കെ, ചേട്ടന്മാരുണ്ട്, കമ്പനിക്കാരൊക്കെ മുടി വെട്ടും. എന്താ പറഞ്ഞാൽ ഇവന്മാർ ഒരടുത്തും കൂടൂല കാണാൻ. ഒരു വല്ല കുമ്പളങ്ങിയില്ല, ഇഴുമിഞ്ഞല അവിടെ കുത്താവിലൊക്കെ കൊണ്ടുവരുന്ന ഒരു മുടി വെട്ടാനായിട്ട് കടയിടുന്നത്. ഇപ്പം അടുത്തും കൂടിയൊന്നുമില്ല. എന്ത് ചെയ്യണം. പിന്നെ എനിക്കറിയാവുന്നത്, ഞാൻ കുറച്ചാൾ തൃപ്പൂണിത്തുറ പതിനെണ്ണാങ്ങോട്ടുണ്ടോ ഭാഗർക്ക് നമ്മുടെ വില്ലേജനാണ്. വില്ലേജാനേ മുടി വെട്ടാൻ പോണ വില്ലേജ മുടി വെട്ടിയിട്ട് അവിടെ തോപ്പിടട്ടു അവിടെ ചായക്കട പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഞാൻ കുറച്ചാൾ ഇവിടെ ഇരുന്നു തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ ഇരുന്നപ്പോൾ അവിടെ ഒരു അടിപ്പം കാട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്. ഇതെന്താണ് ഇത് കൂടെ പെട്ടില്ല? ഓ ഷിറ്റ്സു ആണ് നമ്മുടെ ഒന്നുമല്ലത്. അവിടെ നിന്ന് ചാടിപ്പോന്നാണ്. തൃപ്പൂണിത്തുറ നമ്മുടെ ഇവിടെ ഇട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കിഴക്കാട്ടാണ് ഒരു കടയുണ്ട്, അടിപ്പം കട. അവിടെയാണ് പിന്നെ കുറച്ചാൾ വെട്ടിക്കൊണ്ടെന്ന് വെച്ച് ഇവരടക്കട്ടെ ഒരു 2-3 വർഷത്തിലൊക്കെ അവിടെ വെട്ടിക്കൊണ്ടെന്ന് വെച്ച്. ഈ കഴിഞ്ഞ 3 ദിവസം മുന്നേ അവിടെ പോയാൽ വെട്ടിയിരുന്നു. അപ്പം അവിടെ കൊണ്ട് വെട്ടിച്ചിട്ട് വേണം നമുക്ക് തോപ്പുമുടിയായിട്ട് പോകാൻ. ഇന്ന് മുടി വെട്ടിക്കണ ബ്ലോഗ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ആ മറിയുന്ന ടീമായിട്ട് വേലപ്പേ എന്ത് പരിപാടി എന്താണ് പരിപാടി? ഇത് നമ്മുടെ അമ്പലം കേട്ടത്. ആ കാണാം നമ്മുടെ അമ്പലം. ഞങ്ങളുടെ ആഞ്ഞിക്കാട് ചെറിയത്രയെന്ന് പറയും. അമ്പലത്തിൽ പോകാറൊന്നുമില്ല. ഇവരിടക്ക് പോയെന്നതാണ്. ഇവിടൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പള്ളി എല്ലായിടത്തും പോലെ എല്ലാ പരിപാടിക്കും പോലെ ഞങ്ങളുടെ വട്ടക്കേരി എന്ന് പറഞ്ഞാൽ അമ്പലം. അരൂക്കാർക്കറിയാം വട്ടക്കേരി അമ്പലം എന്താണ് പരിപാടി. ഇതോടെ തട്ടിക്കൊണ്ടുപോകണ നേർച്ചയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ മടുത്തു, എല്ലാ പരിപാടിയും മടുത്തു. ഇതാണ് ആ മേൽപ്പാലം, ഫ്ലൈ ഓവർ എന്നൊക്കെ പറയണം. ഓക്കെ, ഈ സാധനം നമുക്ക് എന്താ ഉപകാരം, ബൈക്കുകാർക്ക് എന്താ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ വെയിലൊന്നും കൊള്ളണ്ട. നമുക്ക് രടി കൂടി സിമ്പിളായിട്ട് കാണിച്ചാ സൂപ്പറായിട്ട് നമുക്ക് പോയ വഴി കാണിച്ചാൽ മഴ കൊള്ളണ്ട, വെയിലില്ല, ആ ഇസാപ്പാശായിട്ട് പോയവിടെ കൂടി വെറുതെ അടിപൊളിയായിട്ട് ഈ വഴി പോവാം. അല്ലാത്തപ്പോൾ നേരത്തെ മഴയും കൊണ്ട് വെയിലും കൊണ്ട് നനഞ്ഞാറിയൊക്കെ ഇവിടെ കൂടി പോവാം. അപ്പോൾ ഒതുങ്ങി മനസ്സിലായ ഇതിൽ പൊടി തിന്നാൽ മാത്രം മതി. താഴത്ത് മൊത്തം പൊടിയാണല്ലോ. പൊടി തിന്ന് അങ്ങോട്ട് പോയാൽ ഓക്കെ. പെട്രോൾ അടിക്കണം. കോട്ടറ വരെ പോകാൻ പെട്രോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എന്താണെന്നറിയാൻ മേല അത് പെട്രോൾ അടിച്ചിട്ട് പതിയെ തെറിക്കുക. കഴിഞ്ഞിട്ട് തോപ്പുംപടി പോകണം. അതാണ് ഏറ്റവും വലിയ പോകും. പൊടി വെട്ടി കിട്ടിയിട്ട് വേണം തോമ്പടിയിട്ട് പോകാൻ. കേട്ടിട്ടുണ്ട് നമ്മളെ നാരൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൊടി പോണത് മെത്ത് പോണത്. മെത്തൊന്നായിരിക്കും ഇത് ഇവിടുത്തെ പൊടിയായിരിക്കും. പണ്ടാരം ഇവിടുത്തെ പിള്ളേർ ഇവിടുത്തെ സാധനമൊക്കെ വലിച്ച് വെച്ച് നെറുകയിലൊക്കെ വെച്ചിട്ടിരിക്കണം. രണ്ട് മെത്തൊന്നും ഇവിടെ പോകണമെന്നുണ്ട്. ഈ നശിച്ച പണി കാരണം നല്ല കണ്ണും ശ്വാസമൊക്കെ പോയി. മനസ്സിലായ ശ്വാസകോശമൊന്നും ഇല്ല. ഇവിടുത്തെ പിള്ളേർക്ക് വലിക്കണ്ട. ഇവിടുത്തെ പൊടി അടിക്കുമ്പോൾ തന്നെ ഇല്ലേ, ഇവിടുത്തെ പൊടി അടിക്കുമ്പോൾ തന്നെ ഒരു പാക്കറ്റ് സിഗരറ്റ് പിടിച്ചതിൻ്റെ പവറ. കാരണം പിള്ളേർക്ക് ഇവിടുത്തെ പിള്ളേർക്ക് വലിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും പിള്ളേർക്ക് എന്താ പോയില്ലോ. ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ വന്നിട്ട് അബിക്കുട്ടനെ എടുത്തിട്ട് വന്നതാണ്. അബിക്കുട്ടൻ ആദ്യമായിട്ടാണ് എൻ്റെ ബ്ലോഗിൽ വന്നത്. കാരണം അബിക്കുട്ടൻ എൻ്റെ അനിയനാണ്, എൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ്. ഇവനായിട്ടാണ് ഞാൻ പോണത്. ഇവനായിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് മുടി വെട്ടാൻ നേരത്ത് ഇത് എടുക്കണമല്ല അല്ലേ, അപ്പം എനിക്കൊരാളെ വേണമല്ല. അപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ എടുക്കുകയും വെട്ടുകയും പിടിച്ചാൽ നടക്കണ കാര്യമില്ല. അപ്പം എന്നെ ഞാൻ ഇവരെ തന്നെ സഹായത്തിന് വിളിച്ചു. ചെക്കൻ്റെ 10ൻ്റെ റിസൾട്ട് ആയിട്ടിരിക്കണേ. എത്ര ഉണ്ട്? 4A+. 4A+, 3A, 2B+, ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ജയിച്ചു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് A+B+ പറഞ്ഞ അറിയില്ല. ജയിച്ചു അത്ര കഥ വേണ്ടി.
വാദിക്കുക ഇത് എന്തിൻ്റെ വാദിക്കാനാണ്? ഇതിൻ്റെ വാദിക്കേണ്ട സ്കൂളല്ലേ? സ്കൂളാണ് ബോയ്സ് സ്കൂളല്ലേ തൃപ്പൂണിത്തുറ? ഫ്രണ്ടിൽ എന്തുകൊണ്ടെന്ന് എനിക്കറിയണം. ഇതാണ് നമ്മുടെ കട. ഇതാണ് നമ്മൾ മുടിവെട്ടവനെ കട. ആണെന്താടാ അതിലേ ചേട്ടനിക്ക് ഞാൻ ഇവിടുന്ന് പോണത് ചേട്ടൻ വെച്ചിട്ട് മനസ്സിലായില്ലേ? ചേട്ടാ മനസ്സിലായി. പിന്നെ പോയി ഞാൻ 3 ദിവസം ആ സമയം പോയിട്ട് പോകുന്നു. വീട്ടിട്ട് എങ്ങനെയുണ്ട്? നൈസാണോ? കൊള്ളാം. സ്ട്രൈറ്റ് ജിമ്മിൽ കേട്ടോ. കൊള്ളാല്ലേ? ഇതെൻ്റെ ലാസ്റ്റ് മുടി വെട്ടല. ഈ വർഷം ലാസ്റ്റ് മുടി വെട്ടൽ വരും. ഇവിടെ നിർത്തണേ. ഇതായിട്ട് ഞാൻ വളർത്താൻ മുടി പോവാം. നമുക്ക് സ്ട്രൈറ്റ് വിട്ട് കൊടുക്കാം. ഇതാണ് മുടി വെട്ടണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു ഷേപ്പിൽ അമ്മ വെട്ടിട്ടേ ഒരു ഷേപ്പിലാണ്ട് വെച്ചത് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കെന്ന് വെച്ചാൽ ഇത് വെട്ടി ടേപ്പർ ഫൈഡ് അടിച്ചിട്ട് ഇപ്പിക്കണം. ഇനിയിപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോകണം. നമുക്ക് ഇവിടെ കടയിൽ പോലെ ചായ കുടിച്ചിട്ട് പോകാം. ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് അവിടെ നിന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ ജിമ്മിലിട്ട് മുടി വെട്ടിട്ട് കൊള്ളാവാടാ. മുടി വെട്ടിട്ട് കൊള്ളാവാ. നേരെ നമ്മൾ ക്ലബിലാട്ടോ ജിമ്മി ഫൈറ്റ് അല്ലേ? എത്ര നാളാണ് കണ്ടിട്ട്? 2-3 മാസം കൊണ്ട്. 3 മാസത്തിന് മേലെ. ഞാൻ 3 മാസം ആസാമിട്ടുണ്ടായി. കുറേ പോവാൻ നോക്ക്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബി കമ്പനി ഏരിയ. ഇവിടെ ഈ സമയത്ത് വീട്ടിൽ വരുന്നത് 11-12 മണിക്കൊക്കെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ അതും കഴിഞ്ഞപ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. ഇവിടേക്ക് നൈറ്റ് കടയിൽ പോവും. അതിന് ഫുഡ് അടിക്കാൻ വേണ്ടി പോവും. എല്ലായിടത്തും കിടക്കും. കനക്കിറക്കും. അങ്ങനെ ഇരുന്ന ഞാൻ അപ്പടി ഇരുന്ന ഞാൻ ഇപ്പടി ആയിട്ട് എന്നുള്ള സ്കീമായി പിടിച്ചോ. ഇതൊക്കെ മെയിൻ സ്പോട്ടാണ് ഞങ്ങൾ. ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിരിക്കും. രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കും. ന്യൂ ഇയറൊക്കെ ഇവിടെയൊന്നല്ല ആഘോഷിച്ചത്. ന്യൂ ഇയർ ആയ കാക്കച്ചേട്ടനുള്ള വഴക്കൊക്കെ ഇവിടെ വെച്ചാൽ തീർത്ത് ഞങ്ങൾ വിഷയമാണ്. ഇവിടെയൊക്കെ പിള്ളേരൊക്കെ വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ പിള്ളേർക്ക് ഇവിടുത്തെ വെള്ളം കാണും. വെള്ളം കാണാൻ നേരത്ത് എന്താണെന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമം വരും പിള്ളേർക്ക്. ചാടിക്കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ കാണിക്കും പിള്ളേരുണ്ട്. വാപ്പ് ടീമൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ ഇവിടെ വന്നിരിക്കും. രാവിലെ ഒരു പരപ്പരടിക്കും. രാവിലെ പരപ്പരടിച്ച് പരിപ്പോടെ നിന്ന് വീട്ടിൽ പോകും. വൈകുന്നേരം ഒരു പരപ്പരടിക്കാൻ. അങ്ങനെ വീടെത്തി വരുന്നു. ഇവിടെ ആയിരുന്നു ഞാൻ 1 വർഷം മൊത്തം. ഞാൻ എൻ്റെ ചിറ്റയുടെ വീട്ടിലായിരുന്നു. ഇവിടെയായിരുന്നു ഞാൻ. എൻ്റെ ചിറ്റപ്പൻ്റെ ഒക്കെ അടുത്തായിരുന്നു ഞാൻ ഒരുപാട് നാൾ. ഈ വണ്ടിയിലെ വണ്ടീനെ പറ്റി പറയട്ടെ മോനെ. അന്ന് വന്നാടാ ഈ കവറിട്ട് ഇറങ്ങിയാണ് അവർ. ഇല്ല താഴത്ത് ഇറക്കിയത്. ഇത് ഈ വണ്ടിയിലെ ഞങ്ങൾ നാഗാലാൻഡ് പോയ വണ്ടിയാണിത്. നാഗാലാൻഡ് 45 ദിവസം കൊണ്ട് ഞങ്ങൾ നാഗാലാൻഡ് പോയി അടിച്ചിട്ട് വന്ന വണ്ടിയാണിത്. മനസ്സിലായി? ഞങ്ങൾ ഈ വണ്ടി പണിത് ഞങ്ങൾക്ക് ഇതിന് ചാനലുണ്ട്. കാസിൻസ് എന്ന് പറഞ്ഞ് ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ചാനൽ ഉണ്ടാക്കിയത്. ഇത് ഞങ്ങളുടെ സ്വന്തം ഞാൻ അബിക്കുട്ടൻ അണ്ണനൊക്കെ കൂടി വണ്ടി മൊത്തത്തിൽ പണിത് ഇതിനു വേണ്ടി 1 വർഷമല്ലേ മൊത്തം കഷ്ടപ്പെട്ടില്ലേ അമ്മ? 1 വർഷം മൊത്തം ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ഇതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഉള്ള പൈസ മൊത്തം ഇറക്കി പൊട്ടിച്ചിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയത്. നമ്പോ സീനാണ്. ഇതിപ്പോൾ ടെസ്റ്റിന് നടക്കണ വണ്ടി ടെസ്റ്റിന് ഇപ്പം മുടങ്ങിയിട്ടുണ്ടോ? റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പണിയിടും ഉറപ്പായിടും. കൊതുകി കാലൊക്കെ അടിച്ച് പഞ്ചറാക്കിയത്. കാലൊക്കെ നീ ഒരു ചെറിയ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ഉണ്ട്. എൻ്റെ ദൈവമേ അവൻ ഗുരുത്തം കെട്ടവൻ. ചേട്ടാ ഇടിക്കരുതിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ഇടി ഇരിക്കുന്നത്. പിള്ളേരോട് ഇനി അറിയാല ഗുരുത്തം കെട്ട പിള്ളേരൊക്കെ വന്ന്
പിന്നെ ഇവിടെ നേരെ സ്ട്രൈറ്റ് വീട്ടിൽ ചെല്ലും മുടി വെട്ടിയത് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് നോക്കാൻ വേണ്ടി. സമയം ഇപ്പോൾ 9:45. തോപ്പുംപടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനത്തെ ഉടുക്കത്തെ മഴ, ഭയങ്കര മഴ, ചീഞ്ഞ മഴ കേട്ടോ, ഒന്നും പറഞ്ഞില്ല. അതാണ് നമ്മളെ വീട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുമായിരിക്കും. ഭയങ്കര മഴയായിരുന്നു. അയ്യോ, ഞാൻ ഹെൽമെറ്റ് വെക്കട്ടെ. അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അവർ പറയണം, അമ്പോ സൂപ്പർ എന്ന് പറയണം. അങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയാമല്ലോ, എന്നെ ഇട്ടത്ത് കാണാനും പറ്റില്ല, വേറെ കാര്യം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു മയൂലട്ടാ, ഇടിച്ച് പരിപ്പാക്കി ഞാൻ. എൻ്റെ അമ്മ, ഇനി പിള്ളേരെ കൂടെ സ്പറിയല. പിള്ളേരൊക്കെ ഒരു മയൂലാണ്ട് ഇടിച്ച്. ഇല്ല, അയ്യോ നടക്കാൻ പറ്റണില്ലേ. അയ്യോ കാലിൽ നീരായി തോന്നുന്നു. ചോറ് കഴിക്കണം ടീമൊക്കെ. അയ്യോ അയ്യോ കാലേറ്റമ്മോ ഇട്ടിച്ച് മരവിപ്പിച്ചളഞ്ഞ് പിള്ളേരി. എൻ്റെ ദേവി, ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല ഫുഡടിയാണല്ല. ഇവർക്കൊക്കെ ഒരു റിയാക്ഷൻ തന്നെ മുടി വെട്ടി കണ്ടിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവര് കൊള്ളാം, കുഴപ്പമൊന്നുമില്ലത്, മുടി വെട്ടി കൊള്ളാം. എനിക്ക് എന്നോട് തന്നെ ഒരു സെറ്റപ്പ് തോന്നുന്നത്. മുടി വെട്ടി കഴിയുമ്പോൾ ലാസ്റ്റ് മുടി വെട്ടല. ഇനി ഞാൻ മുടി വെട്ടില്ല, ഈ വർഷം മൊത്തം മുടി വളർന്നു ലാസ്റ്റ്. കേട്ടാ, ഞാനിനി മുടി വെട്ടൂല കേട്ടാ, മുടി വെട്ടൂല, മുടി ഞാൻ വെട്ടൂല. അപ്പോഴും റിയാക്ഷൻ ഇല്ല. റിയാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ നീ എനക്കറിയാതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെയും കാണാൻ ഇത്രയ്ക്ക് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ കാണാം.